നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ എം.കെ. റാം വീണ്ടും അറസ്റ്റിൽ. തലശ്ശേരി സെഷൻസ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റീ അറസ്റ്റിന് കോടതി അനുമതി ലഭിക്കുന്നതിന് മുൻപേ റാം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കും. മനോജ് മൈൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ എം.കെ. റാം വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. റീ അറസ്റ്റിന് കോടതി അനുമതി ലഭിക്കുന്നതിന് മുൻപേ റാം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതിഭ ഉച്ചയ്ക്ക് 2:30 തന്നെ ഡോക്ടർ എം.കെ. റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിരുന്നു. അല്പം മുമ്പാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട, അതായത് റീ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഡോക്ടർ എം.കെ. റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് 2:30 കുടുംബസമേതമാണ്, അതായത് ഭാര്യ അടക്കമുള്ള ആളുകൾക്കൊപ്പമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഡോക്ടർ എം.കെ. റാം എത്തിയത്. അതിനുശേഷം റീ അറസ്റ്റിനുള്ള മറ്റ് നടപടികൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി വരികയാണ്. അല്പസമയത്തിനകം തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മെഡിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി വീണ്ടും തലശ്ശേരിയിലെ സെഷൻസ് കോടതിയിൽ ഡോക്ടർ എം.കെ. റാമിനെ ഹാജരാക്കും. ഇതാണ് അതിന്റെ നടപടിക്രമം. അതിനുശേഷം ഡോക്ടർ എം.കെ. റാമിനെ റിമാൻഡ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ഈ കേസ് സെഷൻസ് കോടതി പരിഗണിച്ചിരുന്നു. ആ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുധീർ കല്ലേനെ വിളിപ്പിക്കുകയും ഈ വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ വിശദീകരണം തേടുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്, അതായത് എന്തുകൊണ്ട് റാമിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന കാര്യം കൃത്യമായി ഡോക്ടർ എം.കെ. റാമിനെ അറിയിച്ചിരുന്നില്ല. ഇപ്പോൾ കോടതിയുടെ ഓർഡർ വന്നിരിക്കുകയാണ്, അറസ്റ്റിനുള്ള ഓർഡർ വന്നിരിക്കുകയാണ്. അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾ ഉണ്ടാകും. അപ്പോൾ ഇന്ന് രാവിലെ ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ സുധീർ കല്ലേനോട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചു, അറസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പ്രതിയായ ഡോക്ടർ എം.കെ. റാമിനെ അറിയിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരും എന്ന കാര്യം കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. അതൊക്കെ ഇനി ഹൈക്കോടതി ഏത് രീതിയിലാണ് തീരുമാനിക്കുന്നത് അതിന് വിടുകയാണ് എന്നുകൂടി ഈ കോടതി സെഷൻസ് കോടതി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വെള്ളിയാഴ്ച, അതായത് നാളെ ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച KV വേണുഗോപാൽ ക്രൈംബ്രാഞ്ചിന്റെ SP-യോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഡോക്ടർ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഴ്ച അത് ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ചയിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ഹൈക്കോടതി തന്നെ ഒരു നിർദ്ദേശം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് തുറന്നടിക്കുന്ന രീതിയിൽ ഇന്നലെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റീ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡിലേക്ക് ഡോക്ടർ റാം പോകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം SC/ST വകുപ്പ് ഉൾപ്പെടെ ചേർത്ത ഒരു സാഹചര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ നിയമ നടപടികളൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ആ വീഴ്ച ഇപ്പോൾ കേരളം ആകെ വലിയ തോതിലുള്ള ചർച്ചയായി. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെ, സർക്കാരിനെ, പോലീസിനെ ഒക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്ന തലത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും റീ അറസ്റ്റ്, അതായത് ഡോക്ടർ എം.കെ. റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. അല്പസമയത്തിനകം തന്നെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പ്രതിഭ.